നമുക്ക് നൂൽപുട്ടിന്റെ ഓർഡർ ഉണ്ട്. പിന്നെ രാത്രി ഞങ്ങൾക്കൊക്കെ ഊണൊന്നുമല്ല ഭക്ഷണം ഇതന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിനൊപ്പം മസാലക്കറിയാണ്. അന്ന് ഇഷ്ടമായിരുന്നു മസാലക്കറിയാണ്. ഒന്ന് അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അത് അമ്മ പൊടിയൊക്കെ കുഴച്ചൊക്കെ നല്ല ഉണ്ടൊക്കെ ആക്കി റെഡി. ഒരു ദിവസം കൂടി ഉണ്ടാക്കണം. ഇനി രാവിലെ കഴിക്കാൻ ഒരു ദിവസം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ടോ നമ്മളവിടെ പൂരത്തിന് അമ്മയും അച്ഛനൊക്കെ ഇനി വരും, ഏട്ടന്മാ വരും. അപ്പൊ ഒരു ദിവസം മുൻകൂട്ടി രാവിലെ ഉണ്ടാക്കാം. ഞങ്ങൾ ഉത്സവത്തിന് അങ്ങോട്ട് പോയിരുന്നു. അവര് തിരുമാതാമംഗലം പൂരത്തിന് ഇങ്ങോട്ട് വന്നു. അപ്പൊ വെക്കേഷൻ ആയില്ലേ, അതുകൊണ്ട് അവർക്ക് സൗകര്യം. ഇപ്പൊ 4-5 ദിവസം കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവര് പോവുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ തിരിക്കണത് ഇതൊക്കെ കാണിക്കാട്ടോ. അതാണ് നമ്മളെ മെഷീൻ. ഇതിന് 750 രൂപ കേട്ടോ. എത്ര വർഷങ്ങൾക്ക് മുന്നേ മുത്തശ്ശി? കൊറേ 10 10ഇല്ലേ? 10ഒക്കെ ഉണ്ടാവും. 10 മതിയോ സംശയം. പിന്നെ അതങ്ങനത്തെ തട്ടുകൾക്ക് സെപ്പറേറ്റ് വില ഉണ്ടാവും. ചിലപ്പോ 10-12 വേണമെങ്കിൽ ഒരു 1500-2000 അടുത്തുണ്ടാവും. ഇതുപോലത്തെ തട്ടുകൾ വേറെ എങ്ങനെ വാങ്ങാൻ കിട്ടി? ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. ആദ്യം ഒരു വക വാങ്ങി, പിന്നെ ഇപ്പൊ ഓർഡർ അധികം കിട്ടുമ്പോ തട്ട് പിന്നെയും പോയി വാങ്ങും. അതെപ്പോ അതിനും ഉണ്ടാവും ഇപ്പൊ വില. അന്നത്തെ വിലയാവില്ല. അതിപ്പോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടല്ലേ കൊടുക്കുക, എല്ലാം എടുക്കുക. ഞങ്ങൾ ഒരു 30-35 ഉണ്ട് കേട്ടോ. നമുക്ക് വിചാരിക്കുന്ന എല്ലായിടത്തും കിട്ടിക്കോളന്നില്ല. അതെ, വേറൊരു സൈസ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അതിപ്പോ അവിടെ മുകളിൽ കയറ്റി വെച്ചതാ. വണ്ടി ഡ്രൈവിങ് ചെയ്യണ പോലത്തൊന്ന് അത് ശരിയാവില്ല. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി തിരിച്ചെടുക്കട്ടെ. എണ്ണയൊക്കെ പറ്റിട്ടോ ആദ്യം. ഉണ്ട 2 വയ്ക്കാം. 2 ഉണ്ടാക്കാം. മുത്തശ്ശിക്ക് തിരിക്കാൻ ആഗ്രഹമില്ലേ? മുത്തശ്ശി അമ്മക്ക് വയ്യെങ്കിൽ ഞാൻ അമ്മക്ക് വയ്യാത്ത ചുമയൊക്കെ അല്ലായിരുന്നു. ഞാൻ തന്നെയൊക്കെ തിരിച്ച് 10-60 നമ്മളെ ഈ ചുമ ഉണ്ടാവുമ്പോ ഭക്ഷണം ഉണ്ടാക്കിയ ശരിയാവില്ല. അപ്പൊ എപ്പോഴും ചുമയാണ്. അപ്പൊ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തിരിക്കുവോ, എനിക്ക് വയ്യാത്തോണ്ടാണ് പറഞ്ഞു. അന്നിപ്പോ ഏതായാലും ചെയ്യാം. കുറച്ച് വ്യത്യാസം ഉണ്ടേ. ഇപ്പൊ മസാലക്കറിക്കുള്ള സവാളയും ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റി കൂടി കേട്ടോ. അതെ, കിഴങ്ങും വേറെ വേവിച്ച് വെച്ചു. അമ്മായിയാണ് കഷ്ണമൊക്കെ മുക്കി വെച്ചത്. പിന്നെ ഇതെന്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറുമ റെഡിയായി. മല്ലിച്ചപ്പും പുതിനയുടെ ഇലയൊക്കെ അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കാറായി. നൂൽപുട്ട് മുത്തശ്ശിക്ക് സംശയം നമുക്ക് തികയില്ലേ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല, അപ്പോൾ കുറച്ച് വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഇതാ കുറച്ച് അവിടെ പൊടി കുഴച്ചു വെച്ചു. പിന്നെ ഇതുപോലെ ബാക്കി അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു പണിയും കിട്ടി. അതെ, ഗ്യാസ് ഇതുവരെ കത്തിച്ചെന്നാല് കേട് ഒന്ന് ഫൂ പറഞ്ഞിട്ട് കത്തി. അത് കംപ്ലൈന്റ് സ്മെല്ല് എല്ലാം വന്നിരുന്നേ. അപ്പൊ എന്താ അപ്പൊ മുത്തശ്ശി പറഞ്ഞത് ഇന്നലെയൊക്കെ ഉണ്ട് ഗ്യാസ് കഴിയാറായിട്ടാവും വിചാരിച്ചു. പിന്നെ പിന്നെ നമ്മളാ ബർണർ ഇങ്ങനെ ഇതില്ലേ, അതിന്റെ തിരിക്കാനുള്ള സാധനമില്ലേ, അവിടെ നിന്ന് തീ വന്നു. അപ്പൊ വേഗം ഞാൻ അവിടെ ഓഫാക്കി. എന്നിട്ട് പിന്നെ നേരെ ആക്കി വെച്ചൊരു വലിയൊരു ഗ്യാസ് ഉണ്ടായിരുന്നു, അടുപ്പ്. കുട്ടി അത് വെച്ചു. എന്നിട്ട് പിന്നെ പൈല വെച്ചത്. അത് ഞാൻ പായസമൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു. ആ ഗ്യാസ് അടുപ്പാണ് വലുത്. അപ്പൊ എടുക്കാറായിട്ടുണ്ടാവും. ഇന്നെടുക്കാം മുത്തശ്ശി. എടുക്കാൻ മറന്നു. എടുക്കയ്യോ? റെഡി. ചൂടാറിയിട്ടാണ് ഇതൊന്ന് കൊട്ടണമെങ്കിൽ. പൂരം 8ാം പൂരാണ് കേട്ടോ. 3 ദിവസമേ ഉള്ളൂ. അതെ, 3 ദിവസം കഴിഞ്ഞ പൂരം കഴിഞ്ഞു. ഇതാ വന്നു ഇതാ പോയി പറയാറില്ല. പൂരം എത്ര വേഗം ദിവസം പോയത്. നമ്മളെന്താ ഇളക്കുക?
ചൂടാറാൻ വെച്ചാൽ മതി. ചൂടായിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഒന്ന് അടച്ചു വെക്കാൻ, ചൂടൊന്ന് പോയിട്ട്. ഇന്ന് രാത്രി നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ വീഡിയോ കാണിച്ചുള്ളൂ. ഇനി കഴിക്കണതാണ് കേട്ടോ കാണിക്കണത്. ഇതാ നൂൽപുട്ട്, ഇതാ നൂൽപുട്ട് ഇതാട്ടോ. പിന്നെ ചോറുണ്ട്, സാമ്പാർ നല്ലോണം ഇളക്കി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതെ. പിന്നെ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ട്. ഉപ്പേരി കാണിക്കാം. എന്താ അമ്മുവോ, എന്താ വേണ്ടത് പൊന്നുവോ? ഇടിച്ചക്ക ഉപ്പേരി ഉണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല അല്ലേ? മഞ്ഞപ്പൊടി ഇടാത്തത്. പിന്നെ സ്പെഷ്യൽ കൂട്ടാൻ സോയ മസാല കൂട്ടാൻ അതുണ്ട്. അതെ. പിന്നെ നമ്മള് ഇതിനുണ്ടാക്കിയ വേറൊരു കൂട്ടാനും ഉണ്ട്, അത് അവിടെ ഉണ്ട്. കുറുമ. അപ്പോൾ എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാരും കഴിക്കായി, എല്ലാരും റെഡി ആയിരിക്കണം. മേലെടുക്കലൊക്കെ കഴിഞ്ഞേ വിശന്നിട്ടേ ഇല്ലേ? അച്ഛൻ അവിടെ മുക്കിലിരിക്കണ്ട്. പിന്നെ ഒരു നൂൽപുട്ട് കാണിക്കോ? ഇഡലി പാത്രത്തിലല്ലല്ലോ, മറ്റേലല്ലേ? ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചോളൂ. റൗണ്ട് എങ്ങനെ വന്നു എന്നൊക്കെ കറക്റ്റ് കാണിക്കൂ. അയ്യോ എടുത്ത് റൗണ്ട് നേരെ കാണിക്കും, ക്യാമറക്ക് കാണിക്കൂ. അത് റൗണ്ട് ആയില്ലേ? ഒന്നും കൂടെ എടുക്കുമോ? നല്ല ഭംഗിയുള്ളത്. ആ ഇങ്ങനെയാണ് കേട്ടോ നമ്മള് നൂൽപുട്ട് ഉണ്ടാവുക. പ്ലേറ്റ് പോലത്തെ തട്ടിൽ. ആ അതെ അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഓരോന്ന് ആദ്യം വിളമ്പുക. പിന്നെ എല്ലാവരും ചോറും ഉണ്ണണം കേട്ടോ. ആ പൂ പോലത്തെ നൂൽപുട്ടല്ലേ? നൂൽപുട്ട്. പിന്നെ മാളുവിന് വിളമ്പാം. എല്ലാവർക്കും ചോറും ഉണ്ണണം കേട്ടോ എല്ലാരും. ആ അത് കുഴപ്പമില്ല, പക്ഷെ ചോറും ഉണ്ണണം കേട്ടോ. അത് പാടില്ല. ചോറ് കഴിക്കാൻ ഇത്തിരി വിശപ്പില് വയറ് മാറ്റി വെക്കണം കേട്ടോ. ഇതെങ്ങനെ അമ്മേ? മസാല സോയ ഒക്കെ ഇട്ടിട്ടുള്ള എല്ലാരും കൂടെ ഉണ്ടാക്കിയതല്ലേ? അതെ. ആ മറ്റേ കുറുമ മതി ഇത്ര. ഇവിടെ ഉരുളിയിലുള്ള കുറുമ, അമ്മയുടെ സ്പെഷ്യൽ കുറുമ. എന്താ വേണ്ട പറഞ്ഞോളൂ കേട്ടോ. രാത്രി എല്ലാരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അതൊരു രസമാണ്. അതെ. ആണോ? ഇഷ്ടായി. അവിടെ ശരിക്കും നൂൽപുട്ടിന് എന്താ ഉണ്ടാവുക? ഇഷ്ടമാ? നൂൽപുട്ടും കടലക്കൂട്ടാനോ? ആ വെന്നച്ചക്ക് കിട്ടിയിട്ടില്ലേ? ഓ വെന്നച്ചക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളുടെ രാത്രി കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോയി കിടന്നുറങ്ങും. അതെ. 3 ദിവസം. അപ്പൊ എല്ലാരും ബായ് കൊടുത്തോളൂ.